നീ മാനേജറായിട്ട് നിൽക്കുന്ന ഹോട്ടലിൽ ഇവൻ ക്യാഷ്യറാണ് അല്ലേ? ഞാൻ എല്ലാ സമയത്തും ക്യാഷിലിരിക്കാറുണ്ട്. സാറേ, കൂലിപ്പണിക്ക് വരുന്ന ബംഗാളികൾ വരെ ഇപ്പോൾ ഓൺലൈനാണ്. പിന്നെ ക്യാഷിലാണെങ്കിൽ 200-300 ഉണ്ടാവത്തുള്ളൂ. അതിൽ നിന്ന് എന്തെടുക്കാനാ സാറേ? നുണയാണ് സാറേ. ഇവൻ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് കടയിൽ നിന്ന് കാശ് അടിച്ച് മാറ്റിയിട്ടുണ്ട്. നിന്റെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടാ? ഫോൺ കാണിച്ചേ. സാറേ 95. സാർ ഒരു 5 രൂപയുടെ ഇട്ടിരുന്നെങ്കിൽ ATM നിന്ന് വലിക്കായിരുന്നു. നിന്റെ ഫോൺ എന്തേ? എൻ്റെ ആ ഫോണൊക്കെ വേറെ സ്ഥലത്താണ് ഇപ്പം. ആ ഫോണിന്റെ മോഡൽ എത്ര? അത് 1100. എത്ര? A750. എത്രയാണ് ഇതിന്റെ ശമ്പളം? 25,000. നിന്റെ കട്ടിങ്ങും പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 8,000 കിട്ടും സാറേ. നിന്റെ ഇപ്പോഴത്തെ ഫോൺ കാണിച്ചടാ. ഈ ഫോൺ നിന്റെ കാര്യം വാങ്ങിച്ചു തന്നു. ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നു. നിന്റെ ഫ്രണ്ടിന്റെ പേരെന്താ? സുൽഫിക്കർ ഷഫീഖ്. എന്ത്? സുൽഫിക്കർ ഷിഹാബ്. നുണയാണ് സാറേ, ഇതിപ്പോൾ ഉണ്ടാക്കിയ പേരാണ്. നിന്റെ ആ ഫോൺ എവിടാ? അതിവിടെ ഇല്ല, നാട്ടിലാണ് സാറേ. നീ എന്ത് വിചാരിച്ചതിന് മുതലാളിയെ പറ്റിക്കണ കേരള പോലീസിനെ പറ്റിക്കാതെ? നീ ഒരു കാര്യം ചെയ്യും, നീ ആ ഫോൺ ഇവിടെ കൊടുത്ത് കാണിച്ചിട്ട് പോയാൽ മതി. മനസ്സിലായ? പിന്നെ കാണിച്ചാൽ പോരെ സാർ. ചോർജ് സാറേ പിന്നെ അങ്ങോട്ട് മാറിയിക്കണോ സാറേ? ആ ഞാൻ പൊക്കോട്ടെ സാറേ? ശരി ചെല്ലു. ശരി സാർ. അതാരാ പോണത്? എന്താ സ്റ്റേഷനിൽ വന്നിട്ട് പുറത്തോട്ട് പോണത്? വാ ഇരിക്കിരിക്ക് വാ. എന്താ പേര്? എൻ്റെ പേര് സുനിത എന്നാണ് സാറേ. എന്തിനാ സുനിത സ്റ്റേഷനിൽ വന്നത്? ഒരാളുടെ പേരിൽ പരാതി. ആർക്കെതിരെ സുനിതയ്ക്ക് പരാതി ഉള്ളത്? ഒരു ഷീബ എന്ന് പറയുന്ന പെണ്ണിൻ്റെ പേരിലാണ് സാറേ. ഈ ഷീബ എന്ന് പറഞ്ഞ പെണ്ണ് സുനിതയ്ക്കെതിരെ എന്താ ചെയ്തത്? ഈ പെണ്ണ് കാരണം മറ്റൊരാളുടെ ഭാര്യ ഭർത്താവ് സ്വന്തം വീട്ടിലെ ഫ്യൂസ് ഏരി മോളയും കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി കിടക്കണോണ്ട് രാത്രി കൊതുകടിയും കൊണ്ട് ഇരുട്ടത്താ കിടക്കണേ സാറേ. പിന്നെ അതുമല്ല, ഈ ഭർത്താവ് നാട്ടിൽ മൊത്തം സംശയരോഗി എന്നുള്ള പേരാക്കി വെച്ചേക്കണോണ്ട് തൊട്ടടുത്തുള്ള പലചരക്ക് കടയിൽ പോലും പോകാൻ പറ്റണില്ല സാറേ. സ്വന്തം മോളെ പോലും ഒന്ന് കാണാൻ പറ്റണില്ല സാറേ. മോൾക്ക് 5 വയസ്സായിട്ടുള്ളൂ. അവൾ പോലും അമ്മേനെ സംശയരോഗി എന്നാണ് വിളിക്കണേ. അതുകൊണ്ട് ജീവിക്കാൻ തോന്നണില്ല സാറേ. ഈ മറ്റൊരാളുടെ ഭാര്യയുടെ പേര് സുനിത എന്നാണോ? അതെ സാറേ. ഈ സുനിത ഷീബയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുനിതയുടെ ഭർത്താവിന് ഷീബ എന്നുള്ള പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത്? സുനിത ആളെ കണ്ടിട്ടില്ല. സുനിതയ്ക്ക് ഭർത്താവിന് സംശയരോഗി എന്ന് പേരുണ്ട് താൻ. ഇതെല്ലാം സുനിതയുടെ തോന്നലാണെന്ന് ഞാൻ പറഞ്ഞു. അല്ല സാറേ, തെളിവുണ്ട് സാറേ. എന്ത്, ഭർത്താവ് രാത്രി വീട്ടിൽ വൈകി വരുന്നതുകൊണ്ടാണ്? അല്ലെങ്കിൽ സുനിത ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കാത്തതാണ്? അല്ലെങ്കിൽ സുനിതയുടെ സംശയരോഗം എടുത്ത് സഹിക്കാൻ വയ്യാതെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത വീട്ടിൽ പോയി താമസിച്ചാണെങ്കിലാ? അങ്ങനെയല്ല സാറേ, ശരിക്കും തെളിവുണ്ട് സാറേ. ഇതല്ലാതെ എന്ത് തെളിവാണ് സുനിതയുള്ളത്? ഇതാ സാറേ, അതെൻ്റെ ഭർത്താവിൻ്റെ കോളിൻ്റെ ലിസ്റ്റാണ് സാറേ. ഇതിൽ വിളിച്ച നമ്പറൊക്കെ ഒന്ന് നോക്കൂ സാറേ. ആ നമ്പർ വേണ്ട, അതാണ് ഷീബയുടെ നമ്പർ, 97 അവസാനിക്കണേ. ഈ നമ്പറിലേക്ക് ദിവസം 1 മണിക്കൂർ കൊണ്ട് കോൾ പോയിട്ടില്ല. ഈ സാധനം നോക്കി ട്രൂ കോളറിൽ ഷീബയുടെ നമ്പറാണെന്ന്. ശരിയാണല്ലോ സാറേ, ഇത് ഷീബയുടെ നമ്പർ തന്നെയാണല്ലോ. അല്ലെ, സുനിതയുടെ ഭർത്താവിൻ്റെ പേരെന്താണ്? പീതാംബരം PS. പീതാംബരൻ PS. എവിടെയോ കേട്ട പേര് പോലെ. അല്ല സാറേ, കുറച്ച് നാൾ മുന്നൊരു ഭാര്യയും ഭർത്താവും കൂടെ വണ്ടിയിലിരുന്ന് സംസാരിച്ചപ്പോൾ അനാശാസ്യ പ്രവർത്തനം അല്ലേന്ന് ചോദിച്ച് അവരെ ഉപദ്രവിച്ചതിന് സാറ് ചേട്ടനെ പിടിച്ചിടിച്ചിട്ടുണ്ട്. ഓ, ഇപ്പം മനസ്സിലായി. അതാണ്. അപ്പം നാട് മുഴുവൻ നന്നാക്കാൻ നടക്കുകയും ചെയ്യും, വീട്ടിലെ സ്വന്തം ഭാര്യയുടെ ഫ്യൂസ് ഊരുകയും ചെയ്യും. കൊള്ളാല. എന്നോട് പറഞ്ഞത് മാത്രം പറഞ്ഞാൽ മതി. അത് വേണ്ട സാറേ, എനിക്ക് സംശയരോഗം ആ നാട്ടിൽ മുഴുവൻ പറഞ്ഞ് പരത്തേക്കാണ്. എല്ലാവരുടെ മുന്നിൽ എനിക്കൊരു പ്രശ്നമില്ലാന്ന് തെളിയിക്കണം സാറേ. ഞാൻ തന്നെ നോക്കിക്കോളാം അത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്നെ ബലിയാടാക്കി എന്തിനാണ് സുനിതേ? അത് സാറേ, ഞാനിന്ന് ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് അവളോട് സംസാരിക്കുമ്പോൾ അവളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വല്ല കാശടിച്ചു മാറ്റാൻ വന്നതാണോ, ഞാൻ കള്ളിയാണെന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാനിത് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഒന്നും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാനിത് നേരത്തെ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സുനിതാണ് സൂപ്പറാണല്ലോ. അപ്പം ഇപ്പം എന്തും പറഞ്ഞിട്ടാണ് സുനിത വീട്ടിൽ ഇറങ്ങിയത്? അത് സാറേ, ഞാൻ ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ തയ്ക്കാൻ പോകണുണ്ടേ. അപ്പോൾ അവിടെ നിന്ന് ചുരിദാറിൻ്റെ ലൈനിങ് മേടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ സാറേ. എന്താണ് അത്? ശരിക്കുള്ളതാ സാറേ, ചുരിദാറിൻ്റെ ലൈനിങ് അടിയിൽ വെച്ച് തയ്ക്കാനുള്ളതാ. അതായിരിക്കും കവറിൽ. ആ, എനിക്ക് തോന്നി. ആ, സുനിതയുടെ നമ്പർ പറഞ്ഞു. 99 28 94 2732. അടിക്കണ്ടോ?
ആ ആ സാറേ. ആ എന്തൊരു ആൾക്കാരല്ലേ.